നമസ്കാരം, വണക്കം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യമാണ്, അടുത്തിടെ രേണു സുധിക്കെതിരെ ഇത്രയും വലിയ സൈബർ ബുള്ളിങ്ങും അറ്റാക്കും ഒക്കെ വരാൻ എന്താണ് കാരണം, പുള്ളിക്കാരി ചെയ്ത തെറ്റ് എന്താണെന്ന് ഉള്ളത്. പിന്നെ റീച്ച് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നെഗറ്റീവ് കണ്ടന്റ് തന്നെ വേണം, പക്ഷേ എന്തിനും ഏതിനും ഒരു പരിധിയില്ലേ. ഒരുപാട് പേര് വന്നിട്ട് രേണുവിനെയും മകനെയും തെറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഒരു സമയം ഭർത്താവില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അവസ്ഥയും പ്രശ്നങ്ങളുമൊക്കെ അത് വളരെ കഷ്ടകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പാടുപെടുന്ന ഒരു പെണ്ണിൻ്റെ നിസ്സഹായമായ ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. ഒരു സ്ത്രീ കേൾക്കുന്നതിനപ്പുറം പുള്ളിക്കാരിക്ക് കേൾക്കേണ്ടി വന്നു. പിന്നെ രേണു സുധിയെ വിമർശിക്കേണ്ട ന്യായമായ സാഹചര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും വിമർശിക്കാം. പക്ഷേ ഇപ്പോൾ അടുത്തിടെ രേണുവിനെ വിമർശിക്കുവാനായിട്ട് തോന്നുന്നില്ല. കാരണം ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ അവർക്ക് എതിരെ ഒരുപാട് വിമർശനങ്ങളും കൊണ്ട് വരുന്നുണ്ട്. അവർ നമ്മൾക്കോ സമൂഹത്തിനോ ഒന്നും യാതൊരു ദോഷവും ചെയ്യുന്നില്ല, ഉപദ്രവിക്കുന്നുമില്ല. പക്ഷേ അത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. പറയുന്നവർക്ക് പറയാം, കാരണം അത് അവരുടെ തീരുമാനമാണ്, അവരുടെ റൈറ്റാണ്, അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ, അതായത് രേണു സുധിക്ക് മകനായ കിച്ചുവിൻ്റെ ഒരു വീഡിയോ അടുത്തിടെ കാണാനിടയായി. സുധിച്ചേട്ടനെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അതിനോട് കിച്ചു എന്താണ് പറയാനുള്ളത്? ഒന്നും കണ്ട് തളരരുത്, മുന്നോട്ട് തന്നെ പോകൂ. അച്ഛൻ്റെ കുറെ ന്യൂസ് എല്ലാവരും ഇപ്പൊ കേട്ട് കാണും. എനിക്കറിയാനുള്ളത്, എനിക്കറിയാം എൻ്റെ അച്ഛന്, പിന്നെ അച്ഛൻ അറിയാവുന്നവർക്ക് അറിയാം അച്ഛന്. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. എന്താന്ന് വെച്ചാൽ അതുപോലെ പോട്ട് പറയട്ടെ, അറിയാലോ ആരാന്ന്. എല്ലാവർക്കും പുള്ളി അറിയാം, പുള്ളി എങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ മോൻ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. അച്ഛൻ്റെ കുറെ ന്യൂസ് എല്ലാവരും ഇപ്പൊ കേട്ട് കാണും. എനിക്കറിയാനുള്ളത്, എനിക്കറിയാം എൻ്റെ അച്ഛന്, പിന്നെ അച്ഛൻ അറിയാവുന്നവർക്ക് അറിയാം അച്ഛന്. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. പറയാറുണ്ട്, എന്റെ ഭർത്താവിന്റെ 2ാം ചരമവാർഷികവും നീ ഇതിവിടെ ചെയ്യരുത്. പിന്നെ ഇവരെ കുറിച്ചിട്ട് ധാരാളം പേര് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ധാരാളം പേർക്ക് അടുത്തിടെ രേണുവിനോട് പരിഭവം തോന്നിയതിൻ്റെ കാരണം, സ്വന്തം ഭർത്താവ് മരിച്ച ആണ്ടിൻ്റെ ആ ഒരു ഓർമ്മ ദിവസം ഡാൻസും ഫോട്ടോ ഷൂട്ടും റീൽസും ഇതൊക്കെ ചെയ്തതുകൊണ്ട് അത് തെറ്റ് തന്നെ ആണ് എന്നുള്ളൊരു അഭിപ്രായം ഭൂരിപക്ഷം പേരും പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഓർമ്മ ദിനം ആഘോഷിക്കുമ്പോഴോ ആ ഓർമ്മ ദിനത്തെക്കുറിച്ചിട്ട് ഉള്ള ഒരു ചടങ്ങ് നടക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ അത് ആഘോഷം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ബ്രേക്ക് ഡാൻസ് ഉൾപ്പെടെ അടിപൊളി ആഘോഷം തന്നെയായിട്ട് മാറി. അത് അത്രയ്ക്ക് വേണമായിരുന്നോ എന്നുള്ളൊരു തോന്നല് പലർക്കും ഉണ്ട്. സങ്കടമില്ല സൂചേട്ടൻ മരിച്ചത്, എനിക്ക് സങ്കടമില്ലെന്ന്. ചടങ്ങ്, കല്ലറയിലെ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു. അന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല, സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം. എന്റെ സഹപ്രവർത്തകരും എന്റെ കുടുംബക്കാരുമായിട്ട് എനിക്കിത് ചിരിക്കാൻ പാടില്ലേ? എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ? വരുന്ന കാര്യം പുള്ളിക്കാരൻ അറിഞ്ഞിട്ടുണ്ട്. അയാള് ഇവർ ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ ഒന്നും അല്ല, എനിക്കറിയില്ല പാസ്റ്ററിനെ എന്ന് പറയുന്നത്. ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ 2 മക്കളുമായിട്ട് കുടുംബജീവിതമായിട്ട് താമസിക്കുന്ന ഞാൻ അറിഞ്ഞു. പിന്നെ എനിക്കിതുവരെ പറയേണ്ട. പിന്നെ ഈ മകന്റെ ഇന്റർവ്യൂ കാണുമ്പോഴേക്കും അതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ ആഗ്രഹം കയറി കിടക്കാൻ ഒരു വീട് വേണം എന്നാണ്. കാരണം വീട് ഒരു അത്യാവശ്യം തന്നെയാണ്. മറ്റെന്ത് കാര്യത്തിനേക്കാളും ഒരു 4 ചുമരും അതിൽ നിന്നും കിട്ടുന്ന ഒരു മനസമാധാനവും ഒരു സുഖവും സന്തോഷവും വേറെ കിട്ടാനില്ല. അപ്പോൾ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ധാരാളം കഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതെന്തായാലും ആ വീടെന്നുള്ളൊരു സ്വപ്നം നടക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പം വിവാഹം നടന്നാലും നടന്നില്ലെങ്കിലും വിവാഹം എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് താലികെട്ടാണ്, രജിസ്റ്റർ മാരേജ് ആണ് വിവാഹം എന്ന് രേണു സുധി ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. സോ അങ്ങനെ ഇപ്പൊ അഥവാ നടന്ന എന്റെ ഭർത്താവിനും എനിക്കും ഇടയിലെ കാര്യങ്ങളല്ല, എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കും എനിക്കും ഇടയിലെ കാര്യങ്ങളാണ്. അതാണെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല, അതുപോലെ കിച്ചുവിനോടും മറച്ചു വെച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹമില്ല. അപ്പം പറയും ഇവള് സൂചേട്ടൻ മരിച്ചുകൊണ്ട് അവള് കള്ളത്തരം പറഞ്ഞു, ഇനി സൂചേട്ടൻ തിരിച്ചു വന്ന് പറയില്ലല്ലോ. ഞാൻ സൂചേട്ടനോട് എന്റെ ലൈഫിൽ സംഭവിച്ചോ, പാസ്റ്റ് എന്ത് സംഭവിച്ചോ അത് ഞാൻ സുധിച്ചേട്ടനും കിച്ചുവിന് അറിവായ ഒരു 12-13 വയസ്സുള്ള കുട്ടിയല്ലേ അന്ന്, അവനോടും പറഞ്ഞിട്ടുണ്ട്.
എല്ലാം ക്ലാരിഫിക്കേഷനും എന്റെ ലൈഫിൽ അനുഭവിച്ച ദുഃഖവും ദുരിതങ്ങളും പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അനുഭവിച്ച ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ ഒരു വിവാഹം കഴിഞ്ഞ് അങ്ങ് ദാമ്പത്യത്തിലോട്ട് പോയിട്ടോ ഒന്നും ഇല്ലാത്തൊരു ലൈഫായി. ഈ കമന്റ് ഇടുന്നവരോടത്താ പറയുന്നത്, ഇനി കുത്തിപ്പൊക്കിയ ഇതേ ഉള്ളു എനിക്ക് മറുപടി. അത് ഇത് ഞാൻ അറിയേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അറിയേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക തരം ഒരു സ്വഭാവം അത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഒരു വ്യക്തിയോട് നമ്മൾക്ക് ഒരു മനോഭാവം അങ്ങനെ അതായത് ബിൽഡപ്പായി വരുമ്പോഴേക്കും അത് കാലാകാലങ്ങളായാലും അതിന് എന്തൊക്കെ സംഭവങ്ങൾ നടന്നാലും ശരി, ആ ഒരു മനോഭാവമോ അവരോട് തോന്നുന്ന ആ ഒരു ഇഷ്ടക്കുറവോ അല്ല ഇഷ്ടമോ എന്ത് വികാരം തന്നെ ആയാലും അത് ആര് വിചാരിച്ചാലും നമ്മൾ തന്നെ മാറ്റണമെന്ന് വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റാറില്ല. അത് സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. എന്ന് പറഞ്ഞ പോലെ രേണു സുധി വന്നിട്ട് അവർ എന്തൊക്കെ പറഞ്ഞാലും ശരി ധാരാളം ഇൻ്റർവ്യൂസൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അതിൽ അവർ പല കാര്യങ്ങളും സംസാരിക്കുമ്പോഴേക്കും ഓവറായിട്ട് പ്രതികരിക്കുമ്പോൾ അത് അടുത്ത പ്രശ്നത്തിന് തുടക്കം കുറിക്കുന്നു. പിന്നെ എന്റെ ഭർത്താവ് പറഞ്ഞോണ്ട് പഴയ പാസ്റ്റ് ഈസ് പാസ്റ്റ്, നീ അത് മാത്രം ചിന്തിച്ചാൽ മതി. പുറമെ നീ എന്റെ ഭാര്യയാണ്, ഞാൻ നിന്റെ ഭർത്താവ്, അത് മാത്രം പുറത്ത് പറഞ്ഞാൽ മതി. പിന്നെ കിച്ചുവിന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് എന്നോട് ചോദിച്ചാൽ പറഞ്ഞ കിച്ചുവിന്റെ കാര്യം എല്ലാവർക്കും അറിയാം, ആളുടെ കാര്യം അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ആദ്യത്തെ ആ വൈഫിന്റെ പേര് പോലും ഏട്ടൻ സ്റ്റാർ മാജിക് പറഞ്ഞത്. അതെ, എനിക്ക് എന്നെ നിയമപരമായിട്ട് ഞാൻ ഇപ്പം പറയുന്നതിന്റെ ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായി. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ തള്ളിക്കളയുന്നുമില്ല. ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു, ആ പാസ്റ്റ് ഇവര് പറയുന്ന പോലത്തെ പാസ്റ്റേ അല്ലായിരുന്നു എനിക്ക്. ഞാൻ എന്താണ് അത് സംഭവിച്ചത് അത് സൂചിച്ചാണ്ട് ക്ലാരിഫൈ. ഈ പറയുന്ന ഈ ആരോപണം ഉദ്ദേശിച്ച് ഈ പുള്ളി പോലും ഇത് ചിലപ്പോൾ ഞാൻ ഏതാണ്ട് വലിയ സംഭവം ചെയ്തു, ഏതാണ്ട് ഇതൊക്കെ കേട്ടിട്ട് ഞാൻ തീർന്നെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഞാൻ ആരോടും ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല, എനിക്ക് ആർക്കും ഒരു കള്ളത്തരം ഞാൻ കാണിച്ചിട്ടില്ല. കാരണം എന്റെ ഭർത്താവിനും അല്ലെങ്കിൽ ഞാൻ അന്ന് ഇദ്ദേഹം ജീവനോടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്, അല്ലെ? നമ്മളെ പോലെ ചോരയും നീരും ഉള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം, അല്ലെ? ജീവനുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ വിധി കൊണ്ട് മരിച്ചു, അല്ലെ? മരിച്ചു മൺമറഞ്ഞു പോയി. അന്ന് ഞാൻ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു പാസ്റ്റ് ഈസ് പാസ്റ്റ് ചെയ്യണു. കാരണം അതിന് ആ ലൈഫ് എനിക്ക് പറയത്തക്ക വിധം ഒന്നും എനിക്ക് അതിനകത്ത് ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. അധികം പ്രതികരിക്കാതെ കുറച്ച് മാത്രം ഒന്ന് ഇടപെടുമ്പോഴേക്കും കുറേ കാലം കഴിയുമ്പോഴേക്കും ആളുകൾ അതൊക്കെ മറക്കാറുണ്ട്. പക്ഷേ ഇത് ഈ ഒരു സാഹചര്യത്തിൽ അകപ്പെടുന്നതിൻ്റെ ആ ഒരു മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം രേണു വന്നിട്ട് ഓവറായിട്ട് ഓരോ സാഹചര്യത്തിലും റിയാക്ട് ചെയ്യുകയും അമിതമായിട്ട് വന്നിട്ട് സംസാരിക്കുകയും പ്രകോപിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും അത് ആളുകൾക്കും അത് ഇഷ്ടപ്പെടാതെ അത് കൂടുതൽ വിവാദങ്ങളിലോട്ട് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അത് കൊണ്ടുപോകുന്നതിന് മാത്രമേ അത് അങ്ങനെ ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, എന്നെ താലി കെട്ടി എന്നെ രജിസ്റ്റർ ചെയ്ത ഒരാളെ ഉള്ളൂ കൊല്ലം സിദ്ധിച്ചേട്ടൻ. ഓക്കെ അല്ലെ, പാസ്റ്ററിന്റെ കാര്യം ഞാൻ ഏതായാലും ക്ലാരിഫിക്കേഷൻ ചെയ്തല്ലോ. ഈ തോന്നിവാസം ആരാ കാണിച്ചത് എനിക്കതറിയാം. ഈ തോന്നിവാസം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഞാൻ എന്നാ കുറ്റം ചെയ്തിട്ടാണ് നിങ്ങൾ ഈ തോന്നിവാസം കാണിച്ചത്? ഇന്നലെ കണ്ട ഒരു വ്യക്തി റീല് ചെയ്തൊരു വ്യക്തിയുടെ ഒരു ചേട്ടന്റെ ഫോട്ടോ ബ്ലറർ ആക്കിയിട്ട് ഇതാണ് പാസ്റ്റർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നാണമുണ്ടോ? അത് ആരാണേലും അത് ഇടാൻ വേണ്ടിയിട്ട് ആരാന്ന് എനിക്കറിയത്തില്ല. ഏത് വ്ളോഗറാണ് അത് എടുത്തിട്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, സത്യം എന്തിനാണ് നിങ്ങൾ വളച്ചൊടിക്കുന്നത്? ഞാനുള്ള സത്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ആളെ ബ്ലറർ ആക്കിയിട്ട് ഇതാണ് പാസ്റ്റർ, ഇനി അടുത്ത ആളെ ബ്ലറർ ആക്കിയിട്ട് ഇവളെ പൂജാരിയെ കെട്ടി, ഇനി അടുത്ത ആളെ ബ്ലറർ ആക്കിയിട്ട് ഇവളെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ലൈഫിന് ഞാൻ ചെയ്യാൻ വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളല്ലേ എന്റെ ലൈഫിന്? അപ്പോൾ പക്ഷേ ഇതിൽ രണ്ട് പക്ഷക്കാരും അവരവരുടെ ഭാഗത്ത് ന്യായമാണെന്ന് കരുതുന്നു. രേണു ചോദിക്കുന്നത്, രേണുവിൻ്റെ കുറേ ആ ഇൻ്റർവ്യൂവിലത്തെ കുറച്ച് ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോഴേക്കും മനസ്സിലാകുന്നത് രേണു ചോദിക്കുന്നത് വേറെ ആർക്കും രേണു ഒരു ബുദ്ധിമുട്ടും വരുത്തുന്നില്ല, ആരുടെ കാര്യത്തിലും ഇടപെടുന്നില്ല, മറ്റുള്ളവരുടെ പിറകിൽ രേണു പോയിട്ട് അവരെ ഉപദ്രവിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ മാസമായിട്ട് രേണുവിനെ അറ്റാക്ക് ചെയ്യുന്നത് എന്നൊരു ചോദ്യം രേണു ചോദിക്കുന്നത് ന്യായമാണ്. കാരണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിതത്തിനോട് പൊരുതുമ്പോഴേക്കും ഒരു പരിധി വരെയൊക്കെ വിമർശനങ്ങൾ തെറ്റില്ല. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ആളുകൾ അത് ചൂണ്ടിക്കാട്ടും. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴേക്കും അതൊക്കെ നടക്കുന്ന സാധാരണ കാര്യങ്ങളാണ്. അവർക്കും പറയാനുള്ള റൈറ്റ്
സീറ്റും അധികാരവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓരോരോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പലതും സംസാരിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും അതിന് ധാരാളം നെഗറ്റീവും അതിന് വിമർശനങ്ങളും ഒക്കെ ആളുകളുടെ അടുത്ത് നിന്നും ഉണ്ടാവുന്നതൊക്കെ സാധാരണ കാര്യം തന്നെയാണ്. പിന്നെ രേണുവിനെ കുറിച്ച് പറയുമ്പോഴേക്കും വൈറലായത് കൂടുതലും നെഗറ്റീവ് കാരണമാണ് എന്ന് തന്നെ പറയാം. ധാരാളം നെഗറ്റീവ് ഇത് കമൻസും വിവാദങ്ങളും ഒക്കെ വരുമ്പോഴേക്കും കൂടുതൽ ലൈം ലൈറ്റിൽ പുള്ളിക്കാരി പോകുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. പിന്നെ ഭർത്താവിൻ്റെ മകനെ സ്വന്തം മകനായിട്ട് രേണു വളർത്തിയത് അത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് സാധാരണ ആർക്കും അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാകാറില്ല. പക്ഷേ ഇവിടെ രേണു മകനെ 2 മക്കളെയും നല്ല രീതിയിൽ തന്നെയാണ് കഷ്ടപ്പെട്ടാണെങ്കിലും വളർത്തിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ രേണു പറയുന്നുണ്ട് എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നുവെന്നും പഴയതുപോലെ ആ പാസ്റ്റിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ട, മുമ്പോട്ട് പോവുക ജീവിതത്തിലെന്ന് സുധി പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ രേണു പറയുന്നുണ്ട്. പിന്നെ ഓരോരോ വിഷയങ്ങളിലും അതിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, സത്യം എന്താണ് എന്നുള്ളത് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും തുറന്നറിയിക്കാനോ പറയാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ രേണു ഈ ഓരോരോ ഇൻ്റർവ്യൂ ഓരോരോ വിഷയങ്ങളും കഴിയും തോറും കൂടുതൽ വിവാദങ്ങളിലോട്ട് അങ്ങനെ വന്ന് നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. വിവാദങ്ങൾ കൂടി വരുന്നു, ഇതിന് ഒരു അവസാനവുമില്ലാതെ അതങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഉള്ള അഭിപ്രായം കമൻസിൽ അറിയിക്കുക. ഇപ്പോൾ സത്യം പറയുമ്പോഴേക്കും ഒരു സ്ത്രീ സമൂഹത്തിൽ ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കാൻ കഷ്ടപ്പെടുന്നു. അപ്പോൾ ധാരാളം പേര് ഒരുമിച്ചിങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ രേണുവിൻ്റെ കാര്യവും വളരെ കഷ്ടം തന്നെയാണ്, അതും പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇത് കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് എന്ത് വിവാദത്തിലോട്ടാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് കണ്ടിരുന്ന് തന്നെ കാണണം. അപ്പോൾ വീഡിയോ കണ്ടിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെയുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴേക്കും ഞാനും വളരെ അധികമല്ലാത്തൊരു സമയം മുതലാണ് രേണുവിനെ കുറിച്ചിട്ട് അറിയാൻ തുടങ്ങിയതും ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും. അപ്പോൾ ഒരുപാട് വിവാദങ്ങളിലൊക്കെ പോയപ്പോഴേക്കും വലിച്ചെറിയപ്പെട്ടപ്പോഴേക്കും ധാരാളം സോഷ്യൽ മീഡിയയിൽ എന്ന് നോക്കിയാലും ഒരുപാട് വീഡിയോസ് ഇവരെക്കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.